ഓണസദ്യ കഴിക്കാനായിട്ട് നമ്മൾ വാങ്ങിയ ഇല കുറച്ച് ബാക്കിയുണ്ട്. ഇതുകൊണ്ട് ഇന്ന് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. ഇലയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി വയ്ക്കുക. ഒരു പാത്രത്തിൽ അരിപ്പൊടിയും ഗോതമ്പൊടിയും എടുത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പും ചൂടുവെള്ളവും ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഫില്ലിങ്ങിനായിട്ട് തേങ്ങ, ശർക്കര, ജീരകം, ഏലക്കാപ്പൊടി ഇത്രയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇലയിൽ നമ്മൾ ഇലയുടെ ഇലയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. മാവ് ഇങ്ങനെ ഓരോ ഉരുളയാക്കി എടുത്ത് വൃത്തിയാക്കി വെച്ച ഇലയിലേക്ക് വെച്ച് കൈ കൊണ്ട് നല്ലോണം പരത്തിയെടുക്കുക. ഒരുപാട് കട്ടിയിൽ പരത്തിയാൽ ഏതടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. അങ്ങനെ ആവശ്യത്തിന് നൈസായിട്ട് പരത്തി കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ, ശർക്കര ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രം ഈ മിക്സ് വയ്ക്കുക. എന്നിട്ട് മറ്റേ സൈഡ് ഇതുപോലെ മടക്കിയെടുക്കുക. ഇതൊന്ന് നല്ലോണം സൈഡൊക്കെ അമർത്തി കൊടുത്താൽ ഒരട റെഡിയായി. ഇതുപോലെ ബാക്കിയെല്ലാം റെഡിയാക്കിയെടുത്ത് ചട്ടി ചൂടാക്കി ചൂടായ ചട്ടിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ആവിയിൽ വേവിക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഐറ്റം. ചായൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഓട്ടട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻസ് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.